രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഹോമിയോ ആശുപത്രിയുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. കെട്ടിട നിർമ്മാണം ആരംഭിച്ചു 4 വർഷം പിന്നിടുമ്പോഴും എങ്ങും എത്തിയിട്ടില്ല. എന്ന് പണികൾ പൂർത്തിയാക്കുവാൻ സാധിക്കുമെന്ന് കരാറുകാരനോ പഞ്ചായത്ത് അധികൃതർക്കോ പറയാനും കഴിയുന്നില്ല. കെട്ടിട നിർമ്മാണം വൈകുന്നതിനെതിരെ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഹോമിയോ ആശുപത്രിയുടെ പ്രവർത്തനം ഇപ്പോഴും IHRD ബിൽഡിംഗിലെ ഇടുങ്ങിയ മുറിക്കുള്ളിൽ ശ്വാസം മുട്ടി തന്നെ തുടരുകയാണ്. ഹോമിയോ ആശുപത്രിക്ക് അടിസ്ഥാന സൗകര്യമുള്ള കെട്ടിടം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും ഒടുവിൽ 2019 ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം ഏറ്റെടുത്തു. സ്ഥല ലഭ്യത ഉറപ്പായതോടെ 2020 ഉടുമ്പൻചോല MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നതിനായി 40 ലക്ഷം രൂപ അനുവദിച്ചു. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. എന്നാൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു 4 വർഷം പൂർത്തിയായിട്ടും കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുവാൻ കരാറുകാരന് കഴിഞ്ഞിട്ടില്ല. രാജാക്കാട് ഹോമിയോ ആശുപത്രിക്കൊപ്പം നിർമ്മാണം ആരംഭിച്ച സമീപ പഞ്ചായത്തുകളിലെ ആശുപത്രി കെട്ടിടങ്ങൾ നിർമ്മാണം പൂർത്തീകരിച്ച പ്രവർത്തനം ആരംഭിച്ചു. ഇനി ഈ കെട്ടിടമെന്ന് പൂർത്തിയാകുമെന്ന് ചോദിച്ചാൽ കരാറുകാരനോ അധികൃതർക്കോ ഉത്തരമില്ല. ഇതിനെതിരെ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഹോമിയോ ആശുപത്രിയോടൊപ്പം ഇടുക്കി ജില്ലയിൽ അനുവദിച്ച 7 or 8 ഹോമിയോ ആശുപത്രികളുടെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടന്നിരിക്കുകയാണ്. എന്നാൽ എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഈ ഹോമിയോ ആശുപത്രി തുടങ്ങിയതുപോലെ തന്നെ നിൽക്കുകയല്ലാണ്ട് യാതൊരു മാറ്റം വരുത്തുവാനോ അല്ലെങ്കിൽ ഈ പണി പൂർത്തീകരിച്ച് അവിടെ രോഗികളെ പരിശോധിക്കേണ്ട നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായിട്ടില്ല. ആശുപത്രിയുടെ കരാറുകാരൻ തന്നെയാണ് പഞ്ചായത്ത് കെട്ടിടം നിർമ്മിക്കുവാനും കരാർ എടുത്തിരിക്കുന്നത്. ഇതിന്റെ അവസ്ഥയിലും മാറ്റമൊന്നുമില്ല. 4 വർഷമായി പഞ്ചായത്ത് കെട്ടിടവും കോൺക്രീറ്റ് തൂണിൽ തന്നെ നിലനിൽക്കുകയാണ്. ഉടനെ പൂർത്തീകരിക്കുമെന്ന അധികൃതരുടെ വാക്കുകൾ ഇനിയും നടപ്പിലായിട്ടില്ല. സിറ്റി വിഷൻ, രാജാക്കാട്.